ദ കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങി താമരശ്ശേരി അതിരൂപത. രൂപതയ്ക്ക് കീഴിലെ എല്ലാ KCYM യൂണിറ്റുകളിലും സിനിമ പ്രദർശിപ്പിക്കാനാണ് തീരുമാനം. നേരത്തെ ഇടുക്കി രൂപത സിനിമ പ്രദർശിപ്പിച്ചിരുന്നു. ഈ മാസം 4-ന് ഇടുക്കി രൂപത ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. ഇടുക്കി രൂപതയിൽ 10 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിലാണ് സിനിമ പ്രദർശിപ്പിച്ചത്. ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ചിത്രം പ്രദർശിപ്പിച്ചതെന്ന് രൂപത വിശദീകരിച്ചിരുന്നു. എന്നാൽ ചിത്രം പ്രദർശിപ്പിച്ചത് മൂലം കടുത്ത വിമർശനമാണ് ഇടതു വലത് മുന്നണി നേതാക്കളിൽ നിന്നും ഇടുക്കി രൂപതയ്ക്ക് നേരിടേണ്ടി വന്നത്. ഇടുക്കി രൂപതയ്ക്ക് പിന്തുണയുമായി താമരശ്ശേരി രൂപത നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ താമരശ്ശേരി രൂപതയും ചിത്രം പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക തരം ഒരേ തരത്തിലുള്ള ഇൻഫ്ലുവൻസ് രണ്ടുപേർക്കും ഉണ്ടാവുന്നു. ഒരിക്കലും ഒരേപോലെയുള്ള അഭിപ്രായങ്ങൾ പറയാത്ത രണ്ട് ചേരിയിലുള്ള രാഷ്ട്രീയ കക്ഷി, പ്രത്യേകിച്ച് CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, KPCC-യുടെ ഭാരവാഹി കൂടിയായിട്ടുള്ള കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, രണ്ടുപേരും ഒരേ അഭിപ്രായങ്ങൾ പറയപ്പെടുമ്പോൾ അവർ ഒരേ തരത്തിലുള്ള ആളുകളാൽ സ്വാധീനിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യമാണ് കേരളത്തിന്റെ ജനവിഭാഗം മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടാനോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിന്റെ മുഖമായി അവതരിപ്പിക്കപ്പെടാനോ താമരശ്ശേരി രൂപതയിലെ യുവജന പ്രസ്ഥാനം ആഗ്രഹിക്കുന്നില്ല. അതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. യാഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ്. ഈ ഒരു മുൻകരുതൽ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ആകർഷണീയമായ വിഷ്വൽ പ്രസന്റേഷന്റെ മോഡിലൂടെ അവതരിപ്പിക്കുന്നു. ഇതൊരു ബോധവൽക്കരണത്തിന്റെ മോഡാണ്. രൂപതയ്ക്ക് കീഴിലുള്ള ഇടവകളിലെ കുടുംബ കൂട്ടായ്മകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുക. ശനിയാഴ്ചയായിരിക്കും പ്രദർശനം. പരമാവധി പേർ കാണണമെന്നും ചിത്രത്തിന്റെ ലിങ്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനം, കോഴിക്കോട്.